ഹായ്, അപ്പം ഞാൻ ഇന്ന് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനുള്ള ഒരു ട്രയലാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പാൽപ്പൊടി, അതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോവാണല്ലോ. അതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് പിന്നെ കുഴച്ചിട്ട് കിട്ടാതായി കേട്ടോ. അപ്പോൾ ഉരുള കിട്ടാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചപ്പോൾ ഇങ്ങനെ വിട്ട് പോകുന്ന കുഞ്ഞു ഉരുളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ പഞ്ചസാര പാനി, അതിനകത്ത് ഏലക്കായും 2 ഗ്രാമ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താവുന്നു നമുക്ക് കണ്ടറിയാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇവിടെ ഇതിങ്ങനെ ബ്രൗൺ കളറൊക്കെ ആവുന്നുണ്ട്, പൊട്ടൊന്നുമില്ല. എന്തായാലും ബലേവിഷ് കബിഷ് നമുക്ക് നോക്കാം. ഇവിടെ ഇങ്ങനെ ഇന്തപ്പക്കം തിരുമ്പട തിരുമ്പി ഇന്തപ്പക്കം പറഞ്ഞാൽ അന്തപ്പക്കം പോകാൻ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വലിപ്പം വേണമെന്നില്ലാന്ന് എനിക്ക് തോന്നി. പഞ്ചസാര പതേ ഇവിടെയൊക്കെ പൊട്ടി വീർത്ത്. ഇപ്പോൾ നമ്മളെ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ വിട്ടു പോരരുത് ഗൈസ്. വളരെ സോഫ്റ്റ് ആൻഡ് വെരി സ്മൂത്ത് ടച്ചേ കൊടുക്കാവുള്ളൂ. ഞാൻ ഇച്ചിരി ഹാർഡായി പോയോ എന്നൊരു സംശയം. എന്തായാലും തിന്നാനുള്ളതല്ലേ, നോ പ്രോബ്ലം. പൊട്ടിക്കാതെ തിന്നാൻ പറ്റില്ലല്ലോ. ഏതോ റീലിൽ പറയണമായി പുട്ട് അങ്ങനെ തന്നെ കുത്തി തിന്നാൻ പറ്റില്ല, പൊടിച്ചല്ലേ തിന്നാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് നമുക്കിതിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ സാവധാനം ഒന്ന് മറിച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. കരിയല്ലേ പ്ലീസ്, മാറ്റിക്കല്ലേ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എണ്ണയൊക്കെ പുറത്തേക്ക് തെറിക്കുന്നുണ്ടോ ഗൈസ്? എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. നാട്ടിൽ വരുമ്പോഴാണ് വെളിച്ചെണ്ണ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ടാണ് എണ്ണ ഒഴിച്ചിരിക്കുന്നത്. ഈ എണ്ണ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും, ബട്ട് ഐ വിൽ യൂസ് ഇറ്റ്. എനിക്ക് തോന്നുന്നത് ഒരുവിധം മഞ്ഞ കളറൊക്കെ മാറി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നൂല് പരിവാണോ എന്ത് പരിവാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു പരിവവും കാണാനില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഏറ്റവും അൺഹെൽത്തി ആയിട്ടൊരു സാധനമായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പാത്രത്തിൻ്റെ ഭംഗി നോക്കരുത്. ഇതൊക്കെ പാരമ്പര്യമായിട്ട് ഇവിടെ വന്നു പോകുന്ന ടീച്ചർമാർ നമുക്ക് കഞ്ഞി തരുന്ന ഓരോരോ പാത്രങ്ങളാണ് ഇത്. നമ്മൾ എന്താ പറയുക, മരുമക്കത്തായം എന്നൊക്കെ പറയണമാതിരി ഇവിടെ പാരമ്പര്യമായിട്ട് ടീച്ചേഴ്സ് കൊടുക്കുന്നത് പോകുമ്പോൾ അവർക്ക് ആവശ്യമില്ലാത്ത ഉപയോഗശൂന്യമായ എണ്ണ ഉപയോഗിച്ച് അവർ മടുത്ത ഇനി ഒന്നിനും കൊള്ളൂല്ലാണ്ട് ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് തന്നിട്ട് പോയി. എന്നാലും നമ്മൾ കഴിക്കുമോ എനിക്ക് അതൊന്നും പറഞ്ഞ് നല്ല സ്നേഹത്തോടെ എന്നെ സ്വീകരിക്കും. നമുക്കിതാണ് നോക്കി ഇതൊക്കെ ഇത്ര മതിയെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഈ കുഞ്ഞു പാലുണ്ടകൾക്ക് ഇതിനകത്ത് ഗുലാബ് ജാമുൻ ആവാനുള്ള എല്ലാ ഭാവങ്ങളും നേരത്തെ കൊണ്ട് ഞാനിതൊന്ന് ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുന് ഒന്ന് നോക്കൂ ഗൈസ്, ഇതൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എന്താണ് ചുമന്ന് ബ്രൗൺ